നമസ്തേ, രുദ്രശ്രീ പുതുവനാണ്. സിദ്ധൌഷധം അതിൻ്റെ ഡീറ്റെയിലൊന്നും ഞാൻ പറയുന്നില്ല. നീല ബൃങ്കാതി വെളിച്ചെണ്ണ റീചാർജ് ചെയ്യാൻ പോവുക. കാരണം എൻ്റെ മൂട്ടിയിട്ടില്ല. ചാതി വൃത്തികെട്ട പരിപാടി. കണ്ണ് പറ്റിയ ചില പണ്ടാറങ്ങളുടെ നല്ല സമയത്താണ് ഈ സാധനം. നമുക്കൊരു നല്ല സമയം വരുമ്പോൾ ഈ തേങ്ങ നരയ്ക്കാൻ നിൽക്കണം. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അതായത് രുദ്രശ്രീയുടെ അടുത്ത് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. എന്തായാലും എല്ലാത്തിനും മാർക്കുണ്ട്. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇതിപ്പോൾ ശരിയാക്കിരാ. ഇന്ന് ഞാനത് എൻ്റെ അനിയനോട് പറഞ്ഞിട്ടൊരു നോക്കിക്കണ്ട. ഞാൻ കുറച്ച് ദിവസമായിട്ട് നോക്കുമ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണാണ്ട് കളർ മാറിയാണത് ചേട്ടീനതേ. അപ്പം അതിനൊന്ന് റീചാർജ് ചെയ്യണം. നമ്മുടെ ഒരു മുതലുണ്ട്, സാധനം നമ്മുടെ. അപ്പം ഞാൻ എൻ്റെ ശരീരത്തിൽ ഇനി പ്രയോഗിക്കാറില്ല. ഞാൻ എനിക്കെതിരെ കേസ് കൊടുക്കാൻ പോവുക. ശരിയായില്ലെങ്കിൽ ബ്രഹ്മർഷികളെ ഞാൻ കോടതിന് മുമ്പിൽ കൊണ്ടുവരും. ക്രിയാഫലം ചെയ്തു നോക്കും. ഫലം കിട്ടിയില്ലെങ്കിൽ ഊട്ടി, അല്ലെങ്കിൽ ചട്ടി കിട്ടിയില്ലെങ്കിൽ ചട്ടി. ഞാൻ ഇതിനു മുമ്പ് ചെറുതായിട്ടൊന്നും ചെയ്തിരുന്നു പരീക്ഷണങ്ങളുണ്ടാ. ഇതിപ്പോൾ ഒരു സന്ധ്യയിലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഋഷികളെ വിളിച്ച് നടത്തിയിട്ടുണ്ട്. ഋഷികളെ വിളിച്ചിട്ട് കാര്യമില്ല, അമ്മമാരെ. വിദ്യ കിട്ടണമെങ്കിൽ അമ്മമാരുടെ അടുത്ത് പറയണം. അമ്മമാരെന്ന് പറയുന്നത് ദൈവങ്ങളൊന്നുമല്ല, ദേവിയല്ല. അതായത് ബ്രഹ്മർഷികളുടെ ഭാര്യമാർ. മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യ, കൃതു, വസിഷ്ഠ, ഭൃഗുദക്ഷ, നാരദ, ശപ്രജാപതിമാർ, നാരദനൊഴിച്ചിട്ടുള്ള ബാക്കിയുള്ളവരെ ഭാര്യമാരെയാണ് വിളിക്കുന്നത്. കുല ഊർണ സംഭൂത, അതാണ് മരീചിയുടെ. അത്രിയുടെ അത്രിയുടെ അതാണ് എൻ്റെ ധർമ്മമാതാവ്. അത്രി മഹർഷിയുടെ എൻ്റെ പൊന്നെ എന്നായി. അങ്ങനെ ഒരു ഭാര്യമാരുണ്ട്. പിന്നെ അങ്കിരസിൻ്റെ. അങ്ങനെ ഒരു 10 പ്രജാപതിമാർ 9 പേർക്ക് നാരദ മഹർഷി കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരുടെ ഭാര്യമാരെ വിളിച്ചിട്ടുള്ള കാര്യങ്ങൾ. അവരാണ് നമ്മുടെ മെയിൻ ആൾക്കാർ. ഞങ്ങൾ മുത്തിന്ന് വിളിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സിദ്ധ സംഭവിക്കുന്നതിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ ചെറിയൊരു റിച്ചാണ്. ഒരു തീ കൂട്ടിയിട്ടുള്ള പരിപാടി ചെയ്തു നോക്കാം. അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ, രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റവും ഇഷ്ടം. പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം.